ഇന്നത്തെ സ്പെഷ്യൽ മത്തിപ്പുളിയാണ് കേട്ടോ. ചെറിയ മത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പുളി വെച്ച് വറുത്ത് ഭക്ഷണം കഴിക്കണമാണ് ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതേ കുഞ്ഞമത്തിയാണ് കേട്ടോ. ആ മത്തിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക അല്ലേ. ഇത് നേരാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഉപ്പിട്ടിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം വെള്ളം ഒഴിച്ച് പിന്നെ ഒന്നും കൂടെ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വന്നു. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക അല്ലേ. നമുക്ക് മിക്സ് ചെയ്ത് അതൊക്കെ നന്നായി ഉപ്പും മുളകൊക്കെ അതിൻ്റെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം നമുക്ക് മാറ്റി വയ്ക്കാം അല്ലേ. നല്ല നമുക്ക് വറക്കുമ്പോഴൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ. മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ആക്കിയിട്ടുണ്ടായി. അപ്പോൾ അതങ്ങനെ സെറ്റ് ആവട്ടെ കേട്ടോ. നമുക്ക് അപ്പോഴേക്ക് കറി നോക്കിയാലോ. അപ്പോൾ മത്തി പീസ് ചെയ്തിട്ടാണ് കേട്ടോ മത്തിപ്പുളി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ മുളകൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മത്തി വറുത്തെടുക്കാം അല്ലേ. അങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ട് മത്തി ഓരോന്നിങ്ങനെ അടുക്കി അടുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ അടുക്കി അതൊന്ന് വറക്കാൻ വെച്ച് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. അപ്പോൾ അതങ്ങനെ വറക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ നേരെ അപ്പുറത്തോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ കറിയും വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ആ മൺചട്ടിയിലാണ് കേട്ടോ വെക്കണം. മൺചട്ടിയിൽ വെച്ചൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മീൻ കറിക്കൊക്കെ. അപ്പോൾ അത് ഉലുവയും കടുകും പച്ചമുളകും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നന്നായി വഴന്ന് വരുമ്പോൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് നന്നായി വഴന്ന് വരണം കേട്ടോ. വഴന്ന് വരുമ്പോൾ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്ത് അത് നന്നായി വറുത്ത് വരുന്ന ആ ടൈമിൽ പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാളംപുളിയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ വാളംപുളി ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീൻ വറക്കാൻ വെച്ചൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു വാഴൻ്റെ ഇലയിലൊക്കെയാണ് കേട്ടോ അത് വറുത്ത് പോയത്. അത് കാണാനൊരു ഭംഗിയല്ലേ അല്ലേ. അപ്പോൾ വാഴൻ്റെ ഇലയിലൊക്കെ ഇതേ വറുത്ത് കോരി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുളക് പൊടി ഞാനിതിൽ കുറവാട്ടോ കേട്ടോ. കാരണം മക്കൾക്ക് അധികം മുളക് ഇഷ്ടമല്ല. അപ്പോൾ ഇത്തിരി മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊരു സൈഡായി. പിന്നെ നമുക്ക് മത്തിപ്പുളിക്കുള്ള തേങ്ങയാണ് കേട്ടോ റെഡി ആക്കുന്നത്. തേങ്ങയൊക്കെ ചിരകിയിട്ടുണ്ട്. അത് ഇഞ്ചിയും ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി അരച്ച് റെഡിയാക്കി കേട്ടോ. അരപ്പ് റെഡിയായി. അത് കറിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. നന്നായി തിളച്ച് വന്നാൽ നമ്മുടെ മത്തിപ്പുളി റെഡി. അപ്പോൾ നമുക്കിനി ഒന്ന് സെർവ് ചെയ്യും കൂടെ ചെയ്താലോ. അങ്ങനെ നല്ല ചൂട് ചോറൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മത്തിപ്പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി മത്തിപ്പുളി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല വറുത്ത് മുരിഞ്ഞ് വന്ന മത്തിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വഴുതിരിങ്ങ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഈ കോമ്പിനേഷൻ ഇഷ്ടമാണോ?